ആദില നൂറ എൻ്റെ അടുത്ത് ഇത്ര വലിയ ചതി ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഫ്ലാറ്റൊക്കെ മാറിയിട്ട് ഒന്ന് ഫിനാൻഷ്യലി സെറ്റിൽ ആയിട്ടിരിക്കുകയായിരുന്നു. ലൈക്ക് ഐ ഡിഡ്ന്റ് ഹാവ് ഇനഫ് മണി. ഓക്കെ, എന്നിട്ട് പോലും ദേ ഇൻഫ്ലുവൻസ്ഡ് മീ. സോ ഐ ഗോട്ട് എ പപ്പി. അയ്യോ ടക്കുടു വാവാ, എന്റെ ടക്കുടു വാവാ. സ്വന്തം മാതാപിതാക്കളോട് ചെയ്ത ചതിയേക്കാൾ വലുതൊന്നുമല്ലല്ലോ ഇപ്പൊ ചെയ്തിട്ടുള്ളത്. അവര് നായയെ വളർത്തുന്നു തോന്നുന്നു കേട്ടോ. ഞാൻ വീഡിയോ കാണില്ല കുറെ കാലമായിട്ട്, ഈ ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം തീരെയും കണ്ടിട്ടില്ല. അവര് നായയെ വാങ്ങിയത് റണ ഫാത്തിമയ്ക്ക് ഇൻഫ്ലുവൻസ് ആയിട്ട് അവരൊരു നായയെ വാങ്ങി. ഇതാണ് സംഭവം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന രീതിയിൽ നമുക്കിത് മൈൻഡ് ചെയ്യാതിരിക്കാം. പക്ഷേ ഇതിനകത്ത് ഇവര് കാണിച്ചു കൂട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അവരിപ്പോ നായയെ വാങ്ങിയാൽ എന്ത്, വാങ്ങിയില്ലെങ്കിൽ എന്ത്, നമുക്കൊന്നും ഇല്ല എന്നുള്ളതാ. പക്ഷെ അതിനിടയിലൂടെ അവർ കയറ്റി വിടുന്ന ഒരു കാര്യമുണ്ട്. ഇസ്ലാം മതവിശ്വാസികളായ ആളുകൾക്ക് ശരിക്കും പറയാന്നുണ്ടെങ്കിൽ നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങൾ. ഇപ്പൊ ആദിലൈ നൂറ എല്ലാവർക്കും അറിയാലോ, ഇസ്ലാം മതത്തിൽ ജനിച്ചു എന്നേ ഉള്ളൂ. അവരെ മതവിശ്വാസ പ്രകാരം ജീവിക്കുന്ന ആളുകളൊന്നുമല്ല. എന്നാൽ പോലും അവരുടെ കുടുംബത്തിനൊക്കെ ഒരു നാണക്കേടായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് ഒക്കെ കണ്ട ഏത് വ്യക്തിക്കും വ്യക്തമായി മനസ്സിലാവും എന്നുള്ളതാണ്. അത് കൂടാതെ തന്നെ ഈ സമൂഹത്തിന്റെ തെറ്റായ ഒരു ദിശയിലേക്ക് നയിക്കാൻ അവർ കാരണക്കാരായി എന്നുള്ളതാണ്. സ്വവർഗാനുരാഗം, ഇസ്ലാം മതവിശ്വാസ പ്രകാരം സ്വവർഗാനുരാഗം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണോ? അല്ല. ഇപ്പൊ വീട്ടിൽ ഞാൻ കേട്ടില്ല എന്ന ലക്ഷ്മിയുടെ വേർഡൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതേപോലെ തന്നെ നിലപാടെടുക്കുന്ന ആളുകളാണെന്നുള്ളതാണ്. ഇതൊക്കെ കണ്ട് നമ്മുടെ മക്കൾ ആ രീതിയിൽ ആവരുത് നമ്മൾ ആഗ്രഹിക്കും, അത്രേ ഉള്ളൂ. ഇപ്പൊ റണ ഫാത്തിമയിലേക്ക് നമുക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ, അവരൊരു പപ്പിയെ വാങ്ങി, ഒരു നായയെ വാങ്ങി. ഇവര് മതവിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. അത് എന്തുകൊണ്ടാണെന്ന് വീഡിയോ കാണുമ്പോൾ വ്യക്തമായി മനസ്സിലാവും. സ്കിപ്പ് ചെയ്യാതെ കാണാം. നമുക്ക് എന്തായാലും അവൾക്ക് പറയാനുള്ളതൊന്നും കേൾക്കാല്ല. ഗൈസ്, നിങ്ങൾക്ക് അറിയോ, പണ്ട് ഞാൻ നായിനെ ജസ്റ്റ് ഒന്നിങ്ങനെ തൊട്ടേന്റെ പേരില് 7 പ്രാവശ്യം എങ്ങാനും ചെളിവെള്ളത്തിൽ കുളിച്ചിട്ടുണ്ട്. സീരിയസ്ലി, തലയിൽ ഒഴിച്ചിട്ടല്ല, മേത്ത് വെച്ചിട്ട്. അതായത് ഇസ്ലാം മതവിശ്വാസ പ്രകാരം നായയെ തൊട്ട് കഴിഞ്ഞാൽ 7 തവണ കുളിക്കണം, അതിൽ ചളി വെച്ച് കുളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ വീഡിയോ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇതര മതസ്ഥരായിട്ടുള്ള ഈ മതത്തിനോട് എന്തെങ്കിലും ഒരു അസൂയയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ അത് കുത്തിപ്പോക്കും. എന്നിട്ട് അതും വെച്ചിട്ട് ആ മതത്തിലുള്ള ആളുകളെ അങ്ങ് കണക്കാക്കും എന്നുള്ളത്, അല്ലെങ്കിൽ അളക്കും എന്നുള്ളതാണ്. എന്ത് വലിയൊരു മണ്ടത്തര അല്ലെ. അപ്പൊ പല ആളുകൾക്കും പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളുണ്ട്. ഈ നായ എന്ന ജീവിയെ ഇസ്ലാം മതം ഒരിക്കലും തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലെ കാവൽക്കാരനായിട്ടോ നമ്മളെ കൃഷിയിടങ്ങൾ കാക്കാൻ വേണ്ടിയിട്ടോ നിർത്താൻ കഴിയുന്ന ഒരു ജീവിയായിട്ട് ഇസ്ലാം മതവിശ്വാസ പ്രകാരം പറയുന്നുണ്ട്. ഖുറാനിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വിശന്ന് വലഞ്ഞു വന്ന ഒരു നായക്ക് ഒരു തുള്ളി വെള്ളം കൊടുത്തപ്പോ ആ വേശ്യയായ സ്ത്രീക്ക് പോലും സ്വർഗം കിട്ടി എന്നാണ്. അപ്പൊ നായയെ ഒരിക്കലും തള്ളിക്കളയുന്നില്ല. പക്ഷേ അതിന്റെ വായയിൽ നിന്ന് വരുന്ന ആ ഒരു ഉമിനീര് നമ്മുടെ ശരീരത്തിലേക്ക് ആവുകയാണെങ്കിൽ സയന്റിഫിക്കലി ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണെന്നുള്ളതാണ്. അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ളത്. എന്തിനു പറ, സ്വന്തം നമ്മുടെ വായയിൽ തന്നെ ഒരുപാട് കീടാണുക്കൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ എനിക്ക് തൊണ്ടവേദന, കഫക്കെട്ടും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ വായയിൽ അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊരു തുപ്പലമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ തേച്ച് കഴിഞ്ഞാൽ എന്താ അവസ്ഥ? നിങ്ങൾക്ക് അതിലൂടെ വല്ല അസുഖം വരാനുള്ള സാധ്യതകളില്ലേ? അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടാ പറയുന്നത്. അല്ലാതെ നായ എന്ന് പറയുന്ന ഒരു ഭീകരജീവിയായിട്ടൊന്നും ഇസ്ലാം മതത്തിൽ പഠിപ്പിക്കുന്നില്ലടോ. ഓക്കെ, ഇത് കേൾക്കുന്ന ആളുകൾക്ക് തെറ്റായ പല കാര്യങ്ങളും ചിന്തിക്കാൻ കഴിയുന്നുള്ളതാണ്. മുഴുവൻ കേൾക്കാം, എന്നിട്ട് ഞാൻ പറയാം കുറച്ച് കാര്യങ്ങൾ. ഞാൻ പട്ടീനെ പണ്ട് തൊട്ട സമയത്ത് 7 പ്രാവശ്യം ചെളിവെള്ളത്തിൽ കുളിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുറെ ആൾക്കാർ പറഞ്ഞു 1 പ്രാവശ്യം ചെളിവെള്ളത്തിൽ കുളിക്കണം, ബാക്കി 6 പ്രാവശ്യം നോർമൽ വെള്ളത്തിലാണ് കുളിക്കേണ്ടത്, അത് ഇത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇങ്ങനെ ലൈക്ക് അത് ഭയങ്കര ഓവർ ഹൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ഇസ്ലാമിനെ താത്തി പറയുന്ന പോലെ അങ്ങനെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളൊരു പട്ടീനെ തൊട്ടത് കൊണ്ട് നമ്മള് എന്താ പറയാ ചെളിവെള്ളത്തിൽ കുളിക്കേണ്ട ആവശ്യമില്ല. തൊട്ടതാണെങ്കിൽ മനഃപൂർവ്വമാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം കൈകൊണ്ട് കഴുകണം എന്ന കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നായ തൊട്ട് എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഒരു തവണ ചളിവെള്ളത്തിൽ കിടന്ന് ഉരുളുകയും ബാക്കി 6 തവണ വെള്ളത്തിൽ കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, തെറ്റായ ഓരോരോ കാര്യങ്ങളാണ് ആളുകൾ പറയുന്നത്. പക്ഷെ ആരാണെന്നൊക്കെ പറയുന്നതെന്ന് ആലോചിക്കണേ. അതിന്റെ ലൈക്ക് ഞാൻ ഇസ്ലാം പരമായി പറയാണ്, ഫോർ ദോസ് ഹൂ ഡോണ്ട് നോ, നമ്മൾ അതിന്റെ മൂക്കിലുള്ള ആ സംഭവം അല്ലെങ്കിൽ സലൈവേ അതിന്റെ എന്തെങ്കിലും മ്യൂക്കസ് എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ ആവാണെ മാത്രമാണ് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ചെറുതാവുന്ന സമയത്ത് തൊട്ടതിന്റെ പേരിലാണ് കുളിച്ചത്. ഓക്കെ, തൊട്ടതിന്റെ പേരിലാണ് അവർ കുളിച്ചതെന്നാ പറയുന്നത്. നമുക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. ഇതുവരെ കേട്ട ആളുകൾക്ക് ചിലപ്പോൾ ചില സംശയങ്ങളൊക്കെ തോന്നും. അതുകൊണ്ടാണ്. അവരുടെ നായ ഗുഹാമുഖത്ത് തന്റെ 2 മുൻകാലുകളും നീട്ടിവെച്ച് കിടക്കുകയായിരുന്നു. സൂറത്തുൽ കഹ്ഫ് 18.
വിശ്വാസികളായ ആളുകൾക്കൊപ്പം കാവൽക്കാരനായിട്ട് ഒരു നായയെ അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. അതായത് ഈ നായ എന്ന ജീവിയെ ഇസ്ലാം മതം ഒരു ഭീകര ജീവിയായിട്ട് കാണുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണം അതാണെന്നുള്ളതാണ്. ഇനി നമുക്ക് ഹദീസുകളിലെ തെളിവുകളും കാര്യങ്ങളൊക്കെ നോക്കാം. ഈ ഹദീസും ഖുറാനും രണ്ട് കാര്യങ്ങളാണല്ലോ പറയുക എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. അവർക്കുള്ള ഉത്തരം കൂടി നമുക്ക് ഇതിൽ പറയാൻ കേട്ടോ. അതായത് നബി പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നിങ്ങളിൽ ഒരാളുടെ പാത്രത്തിൽ നായ നാവിട്ടാൽ, അതായത് കുടിച്ചാൽ, അത് 7 പ്രാവശ്യം കഴുകട്ടെ. ആദ്യത്തെ തവണ മണ്ണുകൊണ്ട് തേക്കുകയും ചെയ്യട്ടെ. സ്വാഹി മുസ്ലിം 279, സ്വാഹി ബുഖാരി 172. അതായത് നായയുടെ വായിൽ നിന്ന് വരുന്ന എന്തോ ഒരു പ്രശ്നം, അതായത് വൈറസോ മറ്റുള്ള എന്തോ ആവട്ടെ, അത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് ശരിയല്ല, അത് കേടാണ്, ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് കൃത്യമായി അവിടെ പറയപ്പെടുന്നത് എന്നുള്ളതാണ്. അതിനർത്ഥം നായയെ ആരും അടിച്ചോടിക്കണം എന്നുള്ളൊരു കാര്യമല്ല. പിന്നെ വീട്ടിനകത്ത് ഇതിനെ വളർത്തുന്നതിനെ കുറിച്ചുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. നായയോ ചിത്രങ്ങളോ ഉള്ള വീട്ടിൽ മാലാകമാർ പ്രവേശിക്കില്ല. സ്വാഹി ബുഖാരി 3225. നായയുള്ള വീട്ടില് മാലാകമാർ പ്രവേശിക്കില്ല എന്നാണ് പറയുന്നത്. വീടിനകത്ത് ഇതിനെ വളർത്താൻ പറ്റില്ല. തോട്ടമുള്ള ആളുകൾക്ക് വളർത്താം, അത് തോട്ടം സംരക്ഷിക്കാൻ വേണ്ടി വളർത്താം, വേട്ടയാടാൻ വളർത്താം എന്നൊക്കെയാണ് കൃത്യമായി പറയപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി അടുത്ത കാര്യം, കൃഷിയോ ആടുകളെയോ കാക്കാനോ വേട്ടയ്ക്കോ വേണ്ടിയല്ലാതെ ആരെങ്കിലും ഒരു നായയെ വളർത്തുകയാണെങ്കിൽ ഓരോ ദിവസവും അവന്റെ പ്രതിഫലത്തിൽ നിന്ന് ഓരോ കീറാത്ത് വീതം കുറഞ്ഞുകൊണ്ടിരിക്കും. സ്വാഹി മുസ്ലിം 1575. അതായത് വേട്ടക്ക് പോലും ഉപയോഗിക്കാം. വേട്ട എന്ന് പറയുമ്പോൾ മറ്റുള്ള മൃഗങ്ങൾ ആടുകളെ ബുദ്ധിമുട്ടിക്കാൻ വരികയാണെങ്കിൽ അവരെ തല്ലി ഓടിക്കാൻ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതിനർത്ഥം നായ വേട്ടയാടി കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കുന്ന കാര്യമാണോ എന്ന് വ്യക്തത എനിക്കില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത്, ആടുകളെ മേയ്ക്കുന്ന സമയത്ത് ആടുകളെ ഉപദ്രവിക്കാൻ വരുന്ന മറ്റുള്ള നായ്ക്കളെയും ചെന്നായ്ക്കളെയും തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ടാകാം അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഇനി നായുമായി ബന്ധപ്പെട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒന്ന് വായിച്ചു തരാം. ദാഹിച്ചവശനായ ഒരു നായക്ക് കിണറ്റിലിറങ്ങി തന്റെ ഷൂവിൽ വെള്ളം കോരിക്കൊടുത്ത ഒരു വ്യക്തിയുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകുകയും അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്. സ്വാഹി ബുഖാരി 173. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളാണ് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ പെൺകുട്ടി എന്തുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ പറയുന്നത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഇവർ ആ മതവിശ്വാസ പ്രകാരം മുന്നോട്ട് പോകുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഡോക്ടറെ കാണിക്കുന്നത് നല്ലതായിരിക്കും. ബാക്കി കേൾക്കാം. ദാറ്റ് വാസ് അൺനെസസറി. പക്ഷെ ലിറ്റിൽ ഡിഡ് ഐ നോ, ദാറ്റ്സ് ഇറ്റ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഇസ്ലാം വളരെ മോശമാണ്, ലൈക്ക് നിങ്ങൾ എന്തിനാ അങ്ങനെ വളച്ചൊടിക്കുന്നത്? ഇസ്ലാമിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയും, എന്തെങ്കിലും ഒരു യോഗ്യത കുട്ടിക്ക് വേണ്ടേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി അവരിട്ടൊരു പോസ്റ്റാണ്, ഇസ്ലാമിൽ ഡോഗ് ഹറാമാണ് ബിക്കോസ് ഇറ്റ്സ് ഹറാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കമന്റ് ഇവർ കിട്ടു. ആ കമന്റ് ചൂണ്ടിക്കാണിക്കാൻ, എപ്പോഴും റീല് കാണാതെ ഇടക്ക് ഖുറാനൊക്കെ എടുത്ത് വായിച്ചു നോക്കണം, എന്നാലേ ഇങ്ങനെ പൊട്ടത്തരം പറയാതെ ഇരിക്കുള്ളൂ എന്നാണ് അവർ ഒന്നാമത് പറയുന്നത്. രണ്ടാമത്, ഹെർ നെയിം ഇസ് റുഹ്ന എന്ന് പറഞ്ഞിട്ട് അതിനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു പൊട്ടും കൊത്തിയിട്ടാണ് നിൽക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവർക്ക് യാതൊരു യോഗ്യത ഈ വിഷയത്തിൽ സംസാരിക്കാനില്ല എന്നുള്ളത്. അതുകൂടാതെ ഏതാ മൂത്രം ഒഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ നിങ്ങൾ കാണുന്നില്ലേ? ഇവർ പറഞ്ഞ ഇടക്ക് ഖുറാനൊക്കെ എടുത്ത് വായിച്ചിട്ട് നിങ്ങൾ റീലൊക്കെ കാണുക എന്നാ പറയുന്നത്. എന്താണ് ഖുറാനിൽ പറഞ്ഞത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റൊരു സംശയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഖുറാനും ഹദീസും, ഖുറാനില്ലാത്ത പല കാര്യങ്ങളും ഹദീസിലുണ്ടല്ലോ, അതെന്താ ഇത് രണ്ടും വ്യത്യാസം എന്നുള്ള ചോദ്യം. ഖുറാനിൽ കൃത്യമായി നിസ്കരിക്കണം എന്ന് പറയുന്നുണ്ട്, പക്ഷെ എങ്ങനെ നിസ്കരിക്കണം എന്ന് ഖുറാനിൽ പറയുന്നില്ല. അത് ഹദീസുകളിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഹദീസ് ഖുറാൻ എന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുക. ഞാനിതിനെ കുറിച്ച് പഠിക്കുന്നത് കൊണ്ട് മാത്രമാട്ടോ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നത്, അല്ലാതെ വേറെ ഒരു കാര്യം കൊണ്ടല്ല. എനിക്കൊരു കാര്യമില്ല സത്യം ഇത് പറയേണ്ടതായിട്ട്. പക്ഷെ ഇവളെ പോലെയുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കുകയും വെക്കും. ഖുറാൻ അള്ളാഹുവിന്റെ വചനമാണ്. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തേതുമായ പ്രമാണമാണിത്. ഖുറാൻ പൊതുവായ നിയമങ്ങളും തത്വങ്ങളും നൽകുന്നു. ഖുറാൻ നമസ്കരിക്കാൻ കൽപ്പിക്കുന്നു, എന്നാൽ അത് എങ്ങനെ കൃത്യമായി നിർവഹിക്കണമെന്ന് പറയുന്നില്ല അല്ലെങ്കിൽ വിശദീകരിക്കുന്നില്ല. ഹദീസ്, പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വാക്കുകളും പ്രവർത്തികളുമാണ് ഹദീസ്. ഖുറാനിലെ നിയമങ്ങൾ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കണമെന്ന് കാണിച്ചു തരുന്നത് ഹദീസുകളാണ്. ഖുറാൻ കൽപ്പിച്ച നമസ്കാരം ഏത് സമയത്ത് എത്ര തവണ എങ്ങനെ ചെയ്യണമെന്ന് പ്രവാചകൻ ഹദീസുകളിലൂടെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സംശയം തീർന്നു കാണുമല്ലോ അല്ലെ? ഇനി വേണമെങ്കിൽ ഒന്നുകൂടി വിശദീകരിക്കാം. ഗുഹാവാസികൾക്കൊപ്പം ഒരു നായയെ കാവലിലുണ്ടായിരുന്നു എന്ന് ഖുറാൻ പറയുന്നു. ഇതിനർത്ഥം കാവലിനും സുരക്ഷയ്ക്കും നായയെ ഉപയോഗിക്കാം എന്നത് ഖുറാൻ അംഗീകരിക്കുന്നു എന്നാണ്. എന്നാൽ ഹദീസ് അതിനെ ഏത് രീതിയിൽ പറയുന്നു നോക്കാം. ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഉമിനീര് അശുദ്ധമാണെന്നും അത് പാത്രത്തിലോ ശരീരത്തിലോ ആയാൽ എങ്ങനെ ശുദ്ധിയാക്കണമെന്നും ഹദീസ് പഠിപ്പിക്കുന്നു. ഒന്നാം പ്രമാണമാണ് ഖുറാൻ, രണ്ടാം പ്രമാണമാണ് ഹദീസ്, ഖുറാന്റെ വിശദീകരണം എന്നുള്ളതാണ്. അപ്പൊ രണ്ടും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്.
ഖുറാനിൽ പറയുന്നു നായയെ നമുക്ക് വേട്ടക്കായിട്ട് ഉപയോഗിക്കാം, വീട്ടിലെ കാവൽക്കാരനായിട്ട് ഉപയോഗിക്കാം. പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണം, അതിന്റെ എന്തൊക്കെയാണ് നജസായിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് നല്ലത് അല്ലെങ്കിൽ മോശം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായ ഹദീസുകളിൽ പറയുന്നുള്ളതാ. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ രോമം പോലും പ്രശ്നമാണെന്നുള്ളതാണ്. നായയെ നമ്മൾ വീടിനകത്ത് വളർത്തി കഴിഞ്ഞാൽ അതിന്റെ രോമം കൊഴിയും, മൂത്രം ഒഴിക്കും. ഇപ്പൊ കണ്ടില്ലേ ബെഡിലൊക്കെ. അതൊക്കെ നമുക്ക് ഇസ്ലാം മത വിശ്വാസപ്രകാരം ജീവിക്കുന്ന ആളുകൾക്കാണെന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നമസ്കാരം ക്ലിയർ ആവില്ല എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞല്ലോ മാലാഖമാര് കയറാത്ത വീടായി മാറും എന്നുള്ളത്. ഇനി ഈ വീഡിയോ കാണുന്ന കുറെ ഇസ്ലാം മത വിരോധികളായ ആളുകൾ ഉണ്ടാവും കേട്ടോ. അവർ കിടന്ന് കുരയ്ക്കും, അവരുടെ കുറെ ആരും നോക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ ഇത് റന ഫാത്തിമ പറഞ്ഞ ഈ പൊട്ടത്തരം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണെന്നുള്ളതാണ്. മതപരമായ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ പോയി പണി നോക്കട്ടെ പുല്ല് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുന്നുള്ളതാണ്. ഖുറാനിൽ ഇല്ലാത്ത ഒരു കാര്യം അത് ഹദീസിലുണ്ടെങ്കിൽ അള്ളാഹു പ്രവാചകനിലൂടെ നൽകിയ നിർദ്ദേശമായിട്ടാണ് വിശ്വാസികൾ കണക്കാക്കുന്നത്. പ്രവാചകൻ നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ സ്വീകരിക്കുക, അദ്ദേഹം വിലക്കിയത് നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക. സൂറത്തുൽ ഹശ്ർ 7. അപ്പോ രണ്ട് ഗ്രന്ഥങ്ങളും കൃത്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലായില്ലേ? വളർത്തിക്കോളൂ, എന്താ കുഴപ്പമുള്ളത്? അതിന്റെ അണ്ണാക്കിലിട്ട് കൈയിട്ട് കളിക്കാൻ നിൽക്കേണ്ട എന്താ കാര്യമുള്ളത്? പിന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ, അതായത് അതിന്റെ ആ വായിൽ നിന്ന് വരുന്ന ഉമിനീര് നമ്മുടെ ശരീരത്തിലായി കഴിഞ്ഞാൽ കഴുകണം എന്നുള്ളത്. അവൾ അത് സമ്മതിക്കുന്നുണ്ടല്ലോ. എന്നൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ വീട്ടിൽ വളർത്തുന്ന നായ്ക്കള് ഏത് രീതിയിലാണ് സ്നേഹം പ്രകടിപ്പിക്കുക? അറിയാം, നക്കിക്കൊണ്ടാണ്. നമ്മളെ മുഖത്തൊക്കെ വന്ന് നന്നായിട്ട് നക്കും. അതൊക്കെ എത്ര വലിയ കേടാണ്. എന്താ പറയാ, ഇവരിതൊന്നും വന്ന് ഇവിടെ പറയേണ്ട കാര്യമില്ലേ സത്യത്തില്. അങ്ങനെ പറയുന്നത് കൊണ്ടാണ് നമുക്ക് റിയാക്ട് ചെയ്യേണ്ടി വരുന്നത്. മറ്റുള്ള ആളുകൾ ഇത് തെറ്റായ രീതിയിൽ ചിന്തിക്കുന്നുള്ളതാ. ഇസ്ലാം മതം എന്ത് ക്രൂരമായിട്ടോ കാര്യമാണ് പറയുന്നത്. നായയെ വളർത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്ത് തമ്മാടിത്തരാന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. കമന്റ് ഒക്കെ കിടക്കുന്ന കാണുന്നുണ്ടെന്നുള്ളത്. ഇനി ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പൊ ബെഡിലാണല്ലോ മൂത്രം ഒഴിച്ചിട്ടുള്ള ഒരു ഫോട്ടോ അവർ ഇട്ടിട്ടുള്ളത്. ഇത് നോക്കിട്ടോ, ഇസ്ലാം ഓരോ കാര്യത്തിനും അതിൻ്റെതായ അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. നായയോട് കാരുണ്യം കാണിക്കണമെന്നും അവയെ സംരക്ഷണത്തിനായി ഉപയോഗിക്കാമെന്നും പറയുമ്പോഴും നായയുമായുള്ള അമിതമായ ശാരീരിക സമ്പർക്കം, ഉദാഹരണത്തിന് നക്കാൻ അനുവദിക്കുക, ഒരേ കിടക്കയിൽ കിടത്തുക, ഇസ്ലാമിക സംസ്കാരത്തിന് യോജിച്ചതല്ല. ഇത് പ്രവാചകൻ പഠിപ്പിച്ച ശുദ്ധി എന്ന സങ്കല്പത്തിന് വിരുദ്ധമാണ് എന്നുള്ളതാണ്. ഈ ഇത്തരം നായ്ക്കളെ വളർത്തുന്ന ആളുകൾ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും ഇതിനൊക്കെ തന്നെയാണ് അതിന് വളർത്തുന്നത്. സ്നേഹം പ്രകടിപ്പിക്കലാണല്ലോ, അതിനുവേണ്ടി തന്നെയാണ് വളർത്തുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഒരിക്കലും ആ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരം ഒന്നും കറക്റ്റ് ആവില്ല. പിന്നെ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കൊന്നും ഒരു താല്പര്യമില്ല ഒന്നും ഈ വിഷയത്തില്. ഇവര് വിശ്വാസികളാണെന്ന് പറയുമ്പോൾ തന്നെ പുച്ഛം തോന്നുന്നു എന്ന് പറയേണ്ടി വരും. ഒരു വിശ്വാസവും ഇല്ലാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തലയിലെ തട്ടം ഉണ്ടോ? ഇല്ല. പിന്നെ മേക്കപ്പും അതും ഇതും പെർഫ്യൂമും എന്തൊക്കെയാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊന്നും റീച്ചിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയാന്നല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ളതാണ്. പിന്നെ മനഃപൂർവ്വമുള്ള അശുദ്ധിയായിട്ടാണ് ഈ കാര്യത്തിനൊക്കെ കാണുന്നത്. അതിനെ കുറിച്ച് നോക്കാം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് 5 നേരത്തെ നമസ്കാരം നിർബന്ധമാണ്. നമസ്കാരം ശരിയാകണമെങ്കിൽ ശരീരവും വസ്ത്രവും സ്ഥലവും പൂർണ്ണമായി ശുദ്ധിയായിരിക്കണം. നായയുമായി ഉറങ്ങുന്നതും അത് നക്കുന്നതും ആസ്വദിക്കുന്നതും എന്ത് വൃത്തികേടാണല്ലേ. അപ്പൊ അവരുടെ നമസ്കാരം ഒരിക്കലും ശരിയാവില്ല എന്നുള്ളതാണ്. ഇനി പ്രവാചക കൽപ്പനകളെ അവഗണിച്ചാൽ എന്താ സംഭവിക്കാൻ നോക്കാം. നായയുള്ള വീട്ടിൽ മാലാഖമാർ പ്രവേശിക്കില്ല എന്നും ആവശ്യമില്ലാതെ നായയെ വളർത്തിയാൽ പ്രതിഫലം കുറയുമെന്നും പ്രവാചകൻ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ നിയമങ്ങൾ അറിഞ്ഞിട്ടും അത് ലംഘിക്കുന്നത് പ്രവാചക ചര്യയോടുള്ള നിഷേധമായിട്ടാണ് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത്. പിന്നെ നായയോട് സ്നേഹം വേണ്ട, സ്നേഹം പാടില്ല എന്നൊന്നും പറയുന്നില്ല. ഇത് നക്കാൻ നിന്ന് കൊടുക്കാതിരുന്നാൽ മാത്രം മതി എന്നുള്ളതാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. നായക്കച്ചൊരു കുഴപ്പമുണ്ട്. എന്നാലും നായക്ക് സ്നേഹം കൂടി കഴിഞ്ഞാൽ നക്കാനാ തോന്നുക. അത് വന്നാണ് നക്കൂ. എന്തപ്പോ ഞാൻ പറയാ, ഇവരുടെ വാക്കൊന്നും കേട്ട് തമ്മി തല്ലാൻ നിൽക്കല്ലേ. എന്റെ സുഹൃത്ത് വീട്ടിൽ നായനെ വളർത്തിയിരുന്നു. അവന് വീട്ടിൽ അത്യാവശ്യം പറമ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതിനെ വളർത്തുന്നു. ഇപ്പൊ എന്റെ കൂടെ എന്റെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന എന്റെ കൂട്ടുകാരൻ അനസ്, അവന്റെ വീട്ടിൽ നായയുണ്ട്. അവരൊന്നും ഇത് നക്കാനൊന്നും നിന്ന് കൊടുക്കുന്നില്ല. അവരുടെ തോട്ടത്തിന് ആവശ്യമായിട്ടുള്ള കാവൽക്കാരനായിട്ട്, വീടിന്റെ കാവൽക്കാരനായിട്ട് വളർത്തുന്നത്. അല്ലാതെ അതിനെ കയറി കെട്ടിപ്പിടിക്കാനോ ഉമ്മ വെക്കാനോ അതിന് വേണ്ടിയിട്ടൊന്നും നിൽക്കുന്നില്ല. അത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ കുഴപ്പമുള്ളൂ എന്നുള്ളതാണ്. പിന്നെ അതിന്റെ ശരീരത്തിലൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പകരില്ല. അപ്പൊ എലിയിൽ നിന്ന് വലിയൊരു അസുഖം പകർന്നിട്ടുണ്ട്, അറിയില്ലേ? മൃഗങ്ങളിൽ നിന്ന് പലതും വന്നിട്ടുണ്ട്. ഇസ്ലാമിൽ നായയോട് കാരുണ്യം കാണിക്കാം, പക്ഷെ അത് മനുഷ്യർക്ക് തുല്യമായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനുള്ളതല്ല. ഓരോ ജീവിക്കും പ്രകൃതിപരമായ ഓരോ സ്ഥാനമുണ്ട്. നായയെ വീട്ടിനുള്ളിൽ താമസിപ്പിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. നായയുടെ രോമവും ഉമിനീരും വഴി പകരുന്ന രോഗങ്ങൾ, ആരാധനയിലെ തടസ്സം, വീടിന്റെ പരിശുദ്ധി നഷ്ടപ്പെടുന്നത് വഴി അവിടെ വെച്ച് ഇബാദത്തുകൾ, ആരാധനകൾ ചെയ്യാൻ കഴിയാതെ വരുന്ന അവസ്ഥയൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പൊ ഇസ്ലാമിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അവർ പാലിക്കേണ്ടതായ കുറെ കാര്യങ്ങൾ ഹദീസുകളിലും ഖുറാനിലും വ്യക്തമായി എഴുതപ്പെട്ടിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ ഇഷ്ടാനുസരണം മാറ്റി മറക്കാനുള്ളതല്ല ആ ഒരു മതഗ്രന്ഥം. ഇപ്പൊ കുറെ സംഖ്യകളൊന്ന് കമന്റ് ചെയ്യും കേട്ടോ. അതായത് ഈ ഇസ്ലാം മതം വിട്ടുപോയ കുറെ എണ്ണം കിടന്ന് കുറയ്ക്കുന്നുണ്ടല്ലോ. അതായത് തെറ്റായ കാര്യങ്ങൾ ഇപ്പോ
ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്ന കുറെ എണ്ണം. ഇവര് പറയുന്നതാണോ അല്ലെങ്കിൽ നീ പറയുന്നതാണോ ശരിയെന്നാണ് എന്നോട് ചോദിക്കുന്നത്. ഞാനത് വായിച്ച് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ അവരെ അടർത്തിയെടുക്കുന്ന വിഷയങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. നിങ്ങൾ അവർ പറയുന്ന വാക്കുകളുടെ ഒരു 3 പേജ് മുതൽ വായിച്ചിങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ വ്യക്തമായിട്ട് എന്താ സാഹചര്യം എന്ന് പോലും വ്യക്തമായിട്ട് അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റു മതത്തിലുള്ള ആളുകളൊക്കെ കാഫിറുകളാണ്, അവരെ തല്ലിക്കൊല്ലണം എന്നൊക്കെ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പൊട്ടത്തരങ്ങൾ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? യുദ്ധസമയത്ത് എന്തിനാണ് അത് പറഞ്ഞത്, എന്താണ് ആ സാഹചര്യം എന്ന് മനസ്സിലാക്കാത്ത കുറെ പൊട്ടന്മാര്. ലോകത്തിൽ എവിടെ ജനിച്ച മുസൽമാനാണെന്നുണ്ടെങ്കിലും തന്റെ രാജ്യത്തെക്കാൾ വലുതല്ല ഒന്നും എന്ന് പഠിപ്പിച്ച ഖുർആനുള്ളപ്പോ എന്തിനാണ് നിങ്ങൾ കിടന്ന് കുരയ്ക്കുന്നത്? അവരുടെ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യജിക്കണം എന്നാണ് ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ അതിനൊക്കെ വളച്ചൊടിക്കുന്നതൊന്നും ശരിയല്ല മക്കളെ. ഏതൊരു മതവും നമ്മളെ സ്നേഹമാണ് പഠിപ്പിക്കുന്നത്, അത് ചെയ്യാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ റണ ഫാത്തിമ പറഞ്ഞ ഈ പൊട്ടത്തരങ്ങൾ ഉണ്ടല്ലോ, അത് വെറും പൊട്ടത്തര. പിന്നെ ഇവർ ഇസ്ലാം മതത്തിനെ കുറിച്ച് സംസാരിക്കാൻ യോഗ്യതയുള്ള ആളാണോ എന്ന് നിങ്ങൾ തന്നെ പറയാം. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതിലേക്ക് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.